മോർണിംഗ്. GK വ്ളോഗ്സിൻ്റെ പുതിയ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാര്യങ്ങൾ നമ്മുടെ കാറിനകത്ത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എലിയുടെ ശല്യം. വളരെ പൈസ നമ്മൾ സർവീസ് സെൻറ്ററിൽ നമ്മളതിന് വേണ്ടി നമ്മൾ മുടക്കുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഒരു എലി കയറി വയറ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഡീലർഷിപ്പ് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ 10,000 രൂപ ആയിരക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുണ്ട്. അത് എന്താണ്, അതിനുള്ള ഒരു പ്രതിവിധി എന്താണെന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. നമ്മളിങ്ങനെയുള്ള സമയത്ത് നമ്മൾ വണ്ടിയുടെ ബോണറ്റ് പൊക്കി കഴിയുമ്പോൾ എലി വന്നിരിക്കാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് ഈ കോർണർ, ഈ ബാറ്ററിയുടെ ഈ കോർണർ, ഈ ഭാഗങ്ങൾ, പിന്നത്തെ ഈ ഭാഗങ്ങൾ. ഇതിനകത്ത് വഴിയാണ് എലി അകത്ത് കയറുന്നതും ഡാഷ്ബോർഡിനകത്ത് കയറാനുള്ള സാധ്യത. ഇതിനകത്തൊരു ഹോളുണ്ട്. ആ ഹോളിനകത്തുകൂടിയാണ് AC-യുടെ എയർ, ബ്ലോവറിൻ്റെ എയർ വെളിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഔട്ട്ലെറ്റ് പോർഷനുണ്ട്. അതിനകത്തുകൂടിയാണ് എലി അകത്ത് കയറാനുള്ള സാധ്യത 90% ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഒരു തവണ ഒരു ബോട്ടിൽ, അതായത് ഇതാണ് ആ ബോട്ടിൽ, ഇത് ഒരു റോഡൻ സ്പ്രേ എന്ന് പറയും, ആൻറ്റി റോഡൻ സ്പ്രേ. അതായത് എലികൾക്ക് എതിരെയുള്ള ഒരു സ്പ്രേ ആണ്. ഈ സ്പ്രേ നമ്മൾ എടുത്തിട്ട് നമ്മൾ സാധാരണ ഇവിടെ ഒറ്റ പ്രാവശ്യം ഇനി അടിക്കുക. ഈ പോർഷൻ എവിടെയൊക്കെ എലി ഇരിക്കാൻ സാധ്യത, ഈ ബോണ്ടിൻ്റെ ഇവിടെ, ഈ ബാറ്ററിയുടെ അവിടെ, ഈ മോൾ ഭാഗം, ഇത്രയൊന്നും അടിച്ചാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബോണ്ട് പൊക്കുമ്പോൾ കാണാം ഇവിടെ എലിയുടെ രോമങ്ങൾ കാണാം. അപ്പോൾ ഇങ്ങനെ ഇതുണ്ട്, ഇവിടെ എലി ഇരിക്കുന്ന രോമങ്ങളാണ്, എലിയുടെ രോമങ്ങളാണ് ഈ കാണുന്നത്. അപ്പം ഇങ്ങനെ ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എലിയുടെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് അവൈലബിൾ, നമ്മുടെ രോഹിത് മോട്ടോഴ്സ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക, രോഹിത് മോട്ടോഴ്സിനെ ബന്ധപ്പെടുക. താങ്ക് യു.